വലയ്ക്ക് കോരിയും പിടിച്ചാൽ പിന്നീടുള്ള ഹലാക്കിന്റെ അവലും കഞ്ഞിയും ഇവര് തരും. ഒപ്പം നാട്ടിലെ 6 ലക്ഷം രൂപ വില വരുന്ന ഗിഫ്റ്റ് വൗച്ചറുകളും. മരിപ്പിന്റെ 7-നുള്ള ഇഡ്ഡലി സാമ്പാറും തിന്നാൻ പോകും പോലെ വെറും കൈയോടെ പോയി മീൻ പിടിക്കാനാകില്ല. ഇവിടെ ഫിഷിംഗ് ലൈസൻസ് നിർബന്ധമാണ്. ഒരു ദിവസം മുതൽ 3 വർഷം വരെ മീൻ പിടിച്ച് ആർമാദിക്കാനുള്ള ലൈസൻസ് സ്റ്റോറുകളിലും ഓൺലൈനിലും ലഭ്യമാണ്. ഗ്രിഗറി ആശാൻ ഗ്രഹണി പിടിച്ച പിള്ളാരെ പോലെ ചറപറ ചൂണ്ടയെറിഞ്ഞു. മീനുകളാകട്ടെ എണ്ണി എണ്ണി ചക്കക്കുരു ചെമ്പിലിട്ട് വരട്ടി എന്ന പാട്ടും പാടി തെക്കോട്ട് പോയി. അക്കരെ നിന്നൊരു സായിപ്പ് കൈ ഉയർത്തി കാട്ടി. സായിപ്പായതിനാൽ ഉയർത്തിയ കൈ ഞാൻ 2 വട്ടം നോക്കി. ഭാഗ്യം മറ്റേതല്ല. ഒരു മീൻ 3000-ലധികം മുട്ടകൾ ഇടുമെങ്കിലും അതിൽ 2 മീനുകൾ മാത്രമാണ് വളർന്നു വലുതായി കടലിൽ ചെന്നെത്തുക. ബാക്കിയുള്ളവ എന്നെ പോലെ വഴിതെറ്റി പോകാറുണ്ട്. പെൺമീനുകൾ മണ്ണിൽ മുട്ടയിട്ട ശേഷം ആൺമീനുകൾ വന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. എന്താണെന്നറിയില്ല. എന്നോട് ചോദിക്കരുത് ഗൈസ്. കാരണം ബയോളജിക്ക് എനിക്ക് 7.5 മാർക്കായിരുന്നു. ഐസക് ന്യൂട്ടനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാനും ചൂണ്ടയെറിഞ്ഞു. അപ്പുറത്തെ വീട്ടിലെ അമ്മൂമ്മയുടെ ഉച്ചിയിൽ തറച്ചതുകൊണ്ട് ഭാഗ്യം കണ്ണി